ഇന്ന് നമ്മൾ മധുരം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വീട്ടിൽ ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബാദുഷ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. പുറത്തുനിന്ന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ പെർഫെക്ഷനിലല്ല, എന്നാലും നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്തു വെക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതിൻ്റെ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു 1.5 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 1 ടീസ്പൂൺ പഞ്ചസാര, 2 നുള്ളു ഉപ്പ്, പിന്നെ ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് അധികം പുളിയില്ലാത്തൊരു 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. 4-5 ടേബിൾ സ്പൂൺ നെയ്യ് കേട്ടോ. എല്ലാം കൂടെ ചേർത്തിട്ട് ആദ്യം നല്ലോണം മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഒരുപാട് പ്രസ് ചെയ്ത് കുഴക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതെല്ലാം കൂടെ അങ്ങ് മിക്സായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചിട്ടാണ് കുഴച്ചെടുക്കുന്നത്. പാലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താലും മതി. അപ്പോൾ പാലിൻ്റെ ആണെങ്കിലും വെള്ളത്തിൻ്റെ ആണെങ്കിലും അളവ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത്. 1/2 കപ്പ് നിറച്ച് വേണ്ടി വരില്ല. അതായത് നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന അത്രയ്ക്ക് ലൂസിൻ്റെ ആവശ്യമില്ല. മാവ് കുറച്ച് ടൈറ്റായിട്ടിരിക്കണം. ഇതുപോലെ ഇങ്ങനെ കുഴക്കുന്ന സമയത്ത് ഈ ഒരു ടൈറ്റ് വേണം കേട്ടോ. അതുപോലെ തന്നെ ഒരുപാട് പ്രസ് ചെയ്ത് ഇങ്ങനെ കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് അങ്ങ് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് നമ്മൾ ബാദുഷ ഫ്രൈ ആയിട്ട് ഷുഗർ സിറപ്പ് ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ശരിക്കും ഇറങ്ങിയിരുന്നോളും. നമ്മൾ ചപ്പാത്തി പോലെ ഇങ്ങനെ സോഫ്റ്റായിട്ട് കുഴക്കാൻ നോക്കിയാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതുപോലെ കുഴച്ചെടുത്തിട്ടുള്ള മാവ് ഒന്നിങ്ങനെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രസ് ചെയ്തിട്ട് അത്യാവശ്യം വലുതായിട്ടൊന്നങ്ങ് പരത്തിയെടുക്കുക. ഇങ്ങനെ പരത്തിയെടുത്ത ശേഷം ഒരു കത്തി വെച്ചിട്ട് നടുഭാഗം ഒന്ന് മുറിച്ചു കൊടുക്കുക. എന്നിട്ട് ആ പീസ് ഇതിൻ്റെ മേലേക്ക് വെച്ചിട്ട് അതുകൂടെ ചേർത്തിട്ട് ഒന്ന് പരത്തിയെടുക്കുക. നമുക്ക് ഉള്ളിൽ കുറച്ചുകൂടെ നല്ല സോഫ്റ്റായിട്ട് നല്ല ലെയർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ആ പരത്തിയത് ഒന്നുകൂടെ മുറിക്കുക, അതിൻ്റെ മേലേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് ഇതൊന്നുകൂടെ പരത്തിയെടുക്കുക. അപ്പോൾ മാവ് അത്രയ്ക്ക് സോഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും പരത്താണ്. പക്ഷേ കുഴപ്പമൊന്നുമില്ല, കൈ കൊണ്ട് നല്ലോണം ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ ഒരു 4-5 തവണ എന്തായാലും ചെയ്യണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് ലെയർ പോലെ കിട്ടുള്ളൂ. ഒരു 4-5 പ്രാവശ്യം ഇങ്ങനെ മുറിച്ചെടുക്കുക, വെക്കുക. എന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തിയതിന് ശേഷം ഇനി ഇതൊരു 15 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുക. ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടിക്കോളും. അപ്പം ഇതിവിടെ 10-15 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും നമ്മൾ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ പഞ്ചസാര ഒന്ന് ജസ്റ്റ് ഒന്ന് മുങ്ങിയിരിക്കാനുള്ള വെള്ളം മതിയാകും. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു 5-6 ഏലക്ക ഒന്ന് ചതച്ചിട്ട് കൊടുക്കാം. പിന്നെ കുങ്കുമപ്പൂവിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് നിർബന്ധമല്ല, എല്ലാവർക്കും ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോളണമെന്നില്ല. അപ്പോൾ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് നന്നായിട്ട് നിങ്ങൾ തിളച്ച് വന്നോട്ടെ. ഷുഗർ സിറപ്പ് ആക്കുന്ന സമയത്ത് തീ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കട്ടി എന്ന് പറയുന്നത് അത്യാവശ്യം ഒന്ന് തിളച്ച് ഇതുപോലെ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം കൂടി തിളപ്പിച്ചാൽ മതി. അതായത് ചെറിയൊരു കട്ടിപ്പ് കിട്ടിയാൽ മതി. ഒരു നൂൽപ്പരുവ് ആവേണ്ട ആവശ്യമില്ല. അതിൻ്റെ തൊട്ട് മുമ്പുള്ള സ്റ്റേജിൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. ഈ സമയത്ത് ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. കൂടുതൽ വേണ്ട കേട്ടോ, കൂടുതൽ പുളി വേണ്ട. അതായത് പഞ്ചസാര ഒന്ന് കട്ടയാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ്. അതുകൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഷുഗർ സിറപ്പ് കുറേ സമയത്ത് തിളപ്പിച്ചിട്ട് ഇങ്ങനെ നല്ല കട്ടിയാക്കി എടുത്താലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളത് ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ഇടുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് സിറപ്പ് കുടിക്കൂല, കറക്റ്റ് ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ ഒരു ഇത്തിരി ലൂസിലിരുന്നോട്ടെ, ഒരു നൂൽപ്പരുവത്തിൻ്റെ ഒക്കെ കുറച്ച് മുൻപ്. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം കുഴച്ച് മാറ്റി വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, അതെടുത്തിട്ട് ചെറിയ ചെറിയ ബോളാക്കിയിട്ട് ആ ഷേപ്പിലാക്കി എടുക്കണം. അപ്പോൾ ഈ സമയത്ത് ഒന്നുകൂടി ചെറുതായിട്ട് അധികം പ്രഷർ കൊടുക്കാതെ വെറുതെ ഒന്നങ്ങ് കുഴച്ചെടുക്കുക. ആ ഒരു ഷേപ്പിൽ പെട്ടെന്ന് ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ. എന്നിട്ട് ചെറിയൊരു പീസ് എടുത്തിട്ട് ഒന്ന് നീളത്തിൽ ഒന്നങ്ങ് ഉരുട്ടിയെടുക്കാം. കട്ട് ചെയ്തെടുക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി, അല്ലെങ്കിൽ ചെറിയ ചെറിയ ബോൾസ് ഇതിൽ നിന്ന് എടുത്തിട്ട് ഉരുട്ടിയെടുത്താലും മതിയേ. എന്നിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരേ അളവിൽ കിട്ടാൻ വേണ്ടി ചെയ്തേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ഓരോ പീസ് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് റോൾ ചെയ്തിട്ട് ഒരു ബോൾ ഷേപ്പിലാക്കി എടുക്കുക. നല്ല ഷേപ്പ് വേണം നിർബന്ധമൊന്നുമില്ല. ഈ സമയത്ത് നമ്മൾ കഷ്ടപ്പെട്ട് നല്ല ചപ്പാത്തി ബോളൊക്കെ പോലെ ഇങ്ങനെ ഷേപ്പാക്കി എടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഫ്രൈ ആയി വരുമ്പം ഇതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നല്ലോണം ഒന്ന് റോൾ ചെയ്തെടുത്താൽ മാത്രം മതി, കൂടുതൽ പ്രഷർ കൊടുക്കാതെ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നടുവിൽ വിരൽ ഉപയോഗിച്ചിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് കയ്യിൽ വെച്ച് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ നടുവിൽ ഹോൾ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അതാകുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാം അതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 12-13 ഈ ഒരു അളവിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുക. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് ഓയിൽ ചൂടാക്കി എടുക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക വെച്ചാൽ നല്ല ചൂടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുകയോ ചെയ്യരുത്. ചൂടായി വരുന്ന സമയത്ത് തന്നെ ഇട്ട് കൊടുക്കണം എണ്ണയിലേക്ക്, എന്നാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് കളർ മാറിപ്പോവുകയും ചെയ്യും. ഉൾഭാഗത്ത് മൈദ വേവില്ല, മൈദ വെന്തിട്ടില്ലെങ്കിൽ ഒന്നിനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചൂടിലിട്ടിട്ട് നല്ല ചെറിയ തീയിൽ തന്നെ തിരിച്ചും മറിച്ചു ഇട്ടിട്ട് ഉൾഭാഗമൊക്കെ നല്ലോണം വേവിച്ചെടുത്താൽ മതി.
അതുപോലെ തന്നെ ഇത് ഇത്രയും നിറച്ചിടണ്ട കേട്ടോ, കാരണം ചൂട് തട്ടിക്കഴിയുമ്പോൾ കുറച്ചങ്ങ് പൊങ്ങി വരും, കാരണം നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടില്ല. അപ്പോൾ അതിൽ ഉള്ളിൽ കിടക്കാൻ സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കണേ. എന്നിട്ട് ചെറിയ തീയിലിട്ടിട്ട് തന്നെ തിരിച്ചു മറിച്ച് ഫ്രൈ ആക്കി എടുക്കുക. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ ചൂട് കൂട്ടിയിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിനും പറ്റില്ല കേട്ടോ. രണ്ട് ഭാഗം അത്യാവശ്യം ഒന്ന് ഫ്രൈ ആകുമ്പോൾ എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് കളർ മാറേണ്ട ആവശ്യമില്ല. അപ്പോൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തെടുത്തിട്ട് ഇതിന് ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ സമയത്തും ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, കാരണം നമ്മൾ ഷുഗർ സിറപ്പ് ഇത്തിരി മുൻപൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ചൂട് ആറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചൂട് ആറിയതിലേക്ക് തണുത്തിരിക്കുന്ന സിറപ്പിലേക്ക് ഫ്രൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് സിറപ്പ് വലിച്ചെടുക്കില്ല. അപ്പോൾ സിറപ്പ് ചൂട് കുറഞ്ഞിരിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒന്ന് ചൂടാക്കുക, എന്നിട്ട് ഗ്യാസ് ഓഫ് ആക്കുക. തിളപ്പിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് ഇടുന്ന സമയത്ത് ആ സിറപ്പിന് അത്യാവശ്യം ചെറിയൊരു ചൂടുണ്ടായാൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്ന പാത്രം കുറച്ചുകൂടി ഒരു പരന്നതാണെങ്കിൽ ഒരു ഇത്തിരി കുഴിയുള്ളതായാൽ മതി. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് വെച്ചാൽ എല്ലാം സുഖമായിട്ട് അതിൽ കിടന്നോളൂ. ഇതിപ്പോൾ അവിടെ ഇവിടെ ഇത്തിരി എത്താത്ത ബുദ്ധിമുട്ടുണ്ടാകും. എന്നാലും എല്ലാത്തിൻ്റെ മേലേക്ക് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക മാക്സിമം. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് അടച്ചിട്ട് ഒരു സൈഡിലേക്ക് വെക്കുക. അപ്പോൾ ആ സമയം കൊണ്ട് സിറപ്പൊക്കെ വലിച്ച് കറക്റ്റ് റെഡി ആയിട്ട് കിട്ടിക്കോളും. ഒരു 5 മിനിറ്റ് മതിയാകും. അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബാദുഷയായിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിപ്പോൾ ചൂടോടുകൂടെ ഇപ്പോൾ ചെറിയൊരു ചൂടുണ്ടാവും കേട്ടോ. ഈ സമയത്ത് കഴിക്കുന്നതിനേക്കാൾ ടേസ്റ്റ് ആയിരിക്കും ഒരു 2-3 മണിക്കൂറൊക്കെ ഒന്ന് പുറത്ത് വെച്ച് അല്ലെങ്കിൽ ഇതുണ്ടാക്കിയിട്ട് നാളെയൊക്കെ കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവുക. ഇതുപോലെ മുറിച്ച് കഴിക്കുന്ന സമയത്ത് ഷുഗർ സിറപ്പൊക്കെ ഉള്ളിലേക്ക് കയറിയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ആ മൈദ കുഴയ്ക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്തൊക്കെ കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗം വേവാത്തൊരു പ്രശ്നവും ഷുഗർ സിറപ്പ് കയറാത്തൊരു പ്രശ്നമൊക്കെ വരും. അപ്പോൾ ഒരു തവണ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാവും. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനി എന്തായാലും നല്ല റെസിപ്പിയായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്